പ്രശാന്ത് സാർ നമസ്കാരം. ഇന്ത്യയുടെ ആജന്മ ശത്രുവായിട്ടുള്ള പാകിസ്ഥാനും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ പുതിയതായി അധികാരത്തിൽ വന്നിട്ടുള്ള മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള മൗദൂദിസ്റ്റ് ജമാഅത്തെ ഇസ്ലാമി ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ബംഗ്ലാദേശും ഇന്ത്യയുടെ ഒരു ശത്രു എന്ന നിലയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളിലും ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആഭ്യന്തര കലഹങ്ങൾ, ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ ഇങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം രണ്ടോ മൂന്നോ പ്രവിശ്യകളായി പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടേക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് അഫ്ഗാനിൽ അധികാരത്തിലേറിയിട്ടുള്ള ഈ പറയുന്ന താലിബാനിസ്റ്റ് ഗവൺമെന്റ്, ആ താലിബാൻ ഗവൺമെന്റും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം പല പ്രയാസങ്ങൾക്ക് പുറത്ത് അവിടെ ഒരു പ്രവിശ്യ പിടിച്ചടക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് അരക്കൻ ആർമിയുടെ ആക്രമണം നടക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവരും അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യയുടെ രണ്ട് ശത്രു രാജ്യങ്ങളും ഈ പറയുന്ന ബംഗ്ലാദേശിലാവട്ടെ അല്ലെങ്കിൽ അഫ്ഗാനിലാവട്ടെ ഇവിടെയൊക്കെ ഒരു ഇസ്ലാമിസ്റ്റ് ഭരണകൂടമാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇവർ മൂന്നുപേരും തമ്മിൽ തല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ ഇന്ത്യയുടെ ഒരു കളിയുണ്ടോ എന്നുള്ളതാണ് പലർക്കും സംശയം. ഇന്ത്യയുടെ കളിയുണ്ടെന്ന് പാകിസ്ഥാൻ എപ്പോഴും പറയുന്നുണ്ട്. പറഞ്ഞതുപോലെ നമ്മുടെ ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ഏത് ഭരണകൂടം വന്നാലും അവർക്ക് നിലനിൽപ്പിന് ഒന്നുമില്ലെങ്കിലും പട്ടിണി കിടന്നാലും നിലനിൽപ്പിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിർത്തിയിൽ ഒരു വെടിവെപ്പ് നടത്തുക. അവരെപ്പോഴും നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് അവിടുത്തെ ജനതയെ കാണിച്ചാൽ അവർക്കൊരു സന്തോഷം. അങ്ങനെ സന്തോഷിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പം നമ്മൾ ഈ അഫ്ഗാനിസ്ഥാനെ അറിയാമല്ലോ, 71 പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച് പുതിയ രാജ്യമാക്കി ഇന്ദിരാഗാന്ധി കൊടുക്കുക. അപ്പൊ ഇപ്പോഴത്തെ ഒരു രീതിയിൽ അഫ്ഗാനിസ്ഥാനകത്ത് അട്ടിമറി നടന്ന് യൂനസിന്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക സംവിധാനത്തെ അവിടെ നിലനിർത്തി പോവുകയാണ്. അപ്പൊ അതിനുശേഷം അവിടെ നടന്നത് മൊത്തം എന്ന് പറഞ്ഞാൽ ആ വിമോചന സമരവും അല്ലെങ്കിൽ ആ വിഭജനത്തെയൊക്കെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അതിന് നിന്നവരെല്ലാം അവിടെ രക്തസാക്ഷികളായിട്ട് കണ്ടിരുന്നവരെല്ലാം രാഷ്ട്രപിതാവിന്റെ ഉൾപ്പെടെ പ്രഥമ തല്ലിപ്പൊട്ടിച്ചു പോകുന്ന ഒരവസ്ഥയും നമുക്കെതിരെ നിൽക്കുന്ന പാകിസ്ഥാനെ ഇക്കാട്ടിൽ നമുക്കെതിരെ നിൽക്കുന്ന രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറുന്നു. അല്ലെങ്കിൽ അവിടുത്തെ ഈ പറഞ്ഞതുപോലെ മൗദൂദി അല്ലെ ഇസ്ലാമിസ്റ്റുകളിലെല്ലാം നമുക്കെതിരെ നിൽക്കുന്നവര്. അപ്പം ഈ രണ്ട് രാജ്യവും നമ്മൾക്കെതിരെ നമ്മളെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് നിൽക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ ബോർഡർ ഉണ്ട് ഈ ബംഗ്ലാദേശ്. 4300 കിലോമീറ്റർ നമുക്ക് ബോർഡർ ഉണ്ട്. അതായത് നമ്മളാൽ ചുറ്റപ്പെട്ട രാജ്യം. നമുക്കും അവർക്കും ഒരുപോലെ പ്രശ്നമാണ്. പിന്നെ അവൻ അതിനെക്കാട്ടി വലിയ പ്രശ്നം, അതിനകത്തുനിന്ന് പറന്നു പോകണമെങ്കിൽ എയർ സ്പേസ് പോലും നമ്മുടെ വേണം. അതിനകത്തുനിന്ന് ഇപ്പൊ പ്രധാനമന്ത്രി വെളിയിൽ പോകണമെങ്കിൽ ഇന്ത്യ തീരുമാനിക്കണം. അപ്പൊ അതുപോലെ നമുക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ നേരത്തെ ഉള്ളതുപോലെയല്ല. നമ്മൾ നേരത്തെ ഈ അതിർത്തിയിൽ ചാടിക്കിടക്കുന്നപ്പോൾ വിട്ടിരുന്ന ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ മുള്ളുവേലികൾ. ഇപ്പൊ നമ്മൾ മൊത്തം മുള്ളുവേലിയാക്കി. അപ്പം പിന്നെ അതിർത്തി സംരക്ഷണ സേന BSF ഒക്കെ നേതൃത്വം വളരെ കൂടുതൽ നമുക്ക്, അതായത് പട്ടാളത്തിനും BSF ഒക്കെ നമുക്ക് കൂടുതൽ പണിയായി. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഈ രണ്ട് രാജ്യത്തും മറ്റേടത്ത് പിന്നെ എന്നും വഴക്കാം, അവിടെ പരസ്പരം അറിയാമല്ലോ. അപ്പൊ അന്നും അവർ പറയുന്നത് നമ്മൾ അതിനകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കുന്നത്, നമ്മൾ ആ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനെപ്പറ്റി നമുക്കറിയത്തില്ല, നമുക്ക് അതിന്റെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. എനിക്കും വാർത്തയിൽ അങ്ങനെ സംസാരിക്കാം. അവര് പറയുന്നു നമ്മളാണ് വിഷയം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ ബംഗ്ലാദേശിലെ വിഷയം അറിയാമല്ലോ. ബംഗ്ലാദേശിനകത്ത് ബംഗ്ലാദേശിന്റെ വിഭജനത്തിന് ശേഷം ബംഗ്ലാദേശികൾ ഹിന്ദു ഹത്യ മറ്റേ വലിയ പ്രശ്നം അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ വന്നു. ഒരു സുപ്രഭാതത്തിൽ അരക്കൻ ആർമി കയറി ബംഗ്ലാദേശിലെ മ്യാൻമർ ബോർഡർ മൊത്തം പിടിച്ചു. ഏതാണ്ട് അരക്കൻ ആർമി ഏതാണ്ട് 400 കിലോമീറ്ററോളം ഉള്ളിലോട്ട് കയറി പിടിച്ചിരിക്കുകയാണ്. അതുപോലെ സെന്റ് മാർട്ടിൻസ് ദ്വീപ് എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്. ഈ ദ്വീപ് അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വിശേഷപ്പെട്ട ദ്വീപാണ്. ആ ദ്വീപിനകത്ത് നിന്നുകൊണ്ട് ആ ദ്വീപ് ആരുടെ കയ്യിൽ ഇരിക്കുന്നത്? ബംഗ്ലാദേശിന്റെ കൈക്കലായിരുന്നല്ലോ. അപ്പം ഹസീന ഉള്ളപ്പോൾ അതിനകത്ത് നമുക്ക് റിസ്ക് ഇല്ലായിരുന്നു. ഈ ദ്വീപ് അന്നേ അവർ എയർബേസ് അമേരിക്കയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ചൈനയ്ക്കും ഒക്കെ നോട്ടമുള്ളതായിരുന്നു. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു 3-4 രാജ്യത്തേക്കുള്ള ആക്സസ് എളുപ്പമാണ്. ഇന്ത്യ, ചൈന, അങ്ങനെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കിത് റിസ്ക്കുവാ. കാരണം ശത്രുവിന്റെ കയ്യിലാണ് ഈ ദ്വീപ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് റിസ്ക്കുവാ. അപ്പൊ ഈ അരക്കൻ ആർമി കയറി ദ്വീപ് പിടിച്ചിട്ട് ചോദിച്ചത് നമുക്ക് വേണോ? വേറെ അമേരിക്കയോട് പോലും ചോദിച്ചില്ല. അരക്കൻ ആർമി ഉണ്ടാക്കിയത് അമേരിക്ക, ഫണ്ട് ചെയ്യുന്നത് അമേരിക്കയാണ്, അമേരിക്കയുടെ ഭാഗമാണെന്നൊക്കെ ഇങ്ങനെ പലതും പറയുന്നുണ്ട്. പക്ഷെ അരക്കൻ ആർമി ആദ്യം ചോദിച്ചത് ആർക്കും ഞങ്ങൾ കൊടുക്കത്തില്ല, വേണമെങ്കിൽ ഇന്ത്യക്ക് കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരവസ്ഥ ഉണ്ടായി. ഇന്ത്യക്ക് വിറ്റേക്കാന്നൊക്കെ പറഞ്ഞ അവന്മാർക്ക് ഈ 12,000 പട്ടാളം അവിടെ കിടന്ന് അന്ന് ബലസന്തായിട്ടാണ് ഈ ദേശീയ മാധ്യമങ്ങളുടെ അവരുടെ കയ്യിലായിപ്പോയി. അപ്പൊ അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പം എന്നിട്ട് പറഞ്ഞു നമ്മൾ ആവശ്യപ്പെട്ട കാര്യം ഹിന്ദുഹത്യ. നമ്മൾ പറഞ്ഞല്ലോ, ലോകത്ത് മൊത്തം നമ്മൾ പറഞ്ഞത് അവിടുത്തെ ഹിന്ദുഹത്യ നിർത്തിക്കോണം എന്ന് നമ്മളവിടെ ഔദ്യോഗികമായിട്ട് പറഞ്ഞു. ലോകത്തിലുള്ള ഹിന്ദുക്കളെ മൊത്തം കൊണ്ട് പറയിച്ചു. പല രാജ്യങ്ങളും അന്ന് അമേരിക്ക ബൈഡന്റെ കയ്യിലായത്, ബൈഡനെ ഒഴിച്ചുള്ള ബാക്കി രാജ്യങ്ങളെല്ലാം അതിനകത്ത് ഇടപെട്ടു. അരക്കൻ ആർമി കയറി ബംഗ്ലാദേശിന്റെ
കയറിയിട്ട് പറഞ്ഞു ഇനി ഹിന്ദുക്കളെയും സിഖുകാരെയും അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷത്തിനെ തൊട്ട് എന്നെ കാണിച്ചു തരും. അതിനുശേഷം അവിടെ വളരെ കുറവ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പറയേണ്ട കാര്യം അവിടെ ഒരു കൂലി ചട്ടമ്പിയൊക്കെ ഒന്ന് പറയിക്കുന്ന രീതിയായി എനിക്ക് തോന്നിയത്, മനസ്സിലാക്കുന്നുണ്ടോ? അതോട് നിന്നു. അപ്പം ബംഗ്ലാദേശിന് അരക്കൻ ആർമിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ ഇത് 87,000 സൈനികരുണ്ട്. ഇതിന് പരിശീലനം കൊടുക്കുന്നത് റോയാന്നാ പറയുന്നത്. അതായത് അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ചൈനയുടെ ആയുധങ്ങളും അല്ലെങ്കിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വെപ്പൺസും ഒക്കെ. കാരണം അവരുടെ പട്ടാളം ഭയങ്കര ഫിറ്റ് ആണ്. അപ്പൊ അത്തരത്തിൽ ഫിറ്റായിട്ട് നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഫിറ്റായിട്ട് ഒരു പട്ടാളം, ഒരു രാജ്യമല്ല, മ്യാൻമറിലെ വിമോചന അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പാണ് അവിടുത്തെ ഈ പറയുന്നത് പോലെ ബുദ്ധന്മാരുടെ കെയർ ഒരു ഗ്രൂപ്പാണത്. അതിനാകെ പട്ടാളം ഈ പറയുന്ന ഒരു രാജ്യത്തിന്റെ പട്ടാളത്തെ കണ്ടി നല്ലതായിട്ടും അല്ലെങ്കിൽ ഇതേ രീതിയിലൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ പറയാനൊക്കുന്നില്ല. അതിപ്പോ ബംഗ്ലാദേശ് പറയുന്നു, പലര് ലോകരാജ്യങ്ങളൊക്കെ പറയുന്നു ഇന്ത്യ അതിന്റെ പുറകിലെന്ന്. അത് നമുക്കറിയത്തില്ല. ഏതായാലും ഞാൻ ഈ പറഞ്ഞു വന്നത്, അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ അറിയാമല്ലോ. പണ്ട് നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം ബലൂചിസ്ഥാൻ ഇവിടോട്ട് വന്ന് നമ്മളോട് ചേരുന്നതിന് വേണ്ടി പറഞ്ഞതാ. അപ്പൊ നമ്മുടെ ബഹുമാന്യനായ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം അത് കേട്ടതായിട്ട് നടിച്ചില്ല, ഈ ഇന്ത്യയോട് ചേരുന്നതിന് വേണ്ടി ബലൂചിസ്ഥാൻ നിന്നാണ്. പാകിസ്ഥാനോട് അവർക്ക് യാതൊരു താല്പര്യമില്ല. ആ ബലൂചിസ്ഥാനെ പിടിച്ചെടുത്താണ് പാകിസ്ഥാൻ വെച്ചിരിക്കുക. കാരണം ആ ഏറ്റവും കൂടുതൽ ധാതു സമ്പത്തുകളുള്ള ഒരു പ്രദേശമാണിത്. അപ്പം ബലൂചിസ്ഥാനിൽ അന്ന് തൊട്ട് ബലൂചിസ്ഥാൻ വിമോചന മുന്നണി എന്ന് പറയുന്ന മുന്നണി, ഇത് ആദ്യമൊക്കെ പ്രശ്നമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം ഈ ബലൂചിസ്ഥാൻ വിമോചന മുന്നണി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസം തന്നെ 300 പട്ടാളക്കാരെ പാകിസ്ഥാനിൽ വന്നു. അത് പട്ടാള ഏരിയ പോലെ ആക്രമിക്കും. ബലൂചിസ്ഥാൻ വിമോചന മുന്നണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കുമെന്ന് വേണ്ട, ഞങ്ങളുടെ തലമുറയ്ക്കെങ്കിലും സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കണം. ഈ 38 സ്റ്റേറ്റ് ബലൂചിസ്ഥാനിൽ അല്ലെങ്കിൽ ജില്ലകളുണ്ട്. അതിനകത്ത് 8 ജില്ലകളിൽ പാകിസ്ഥാനിലെ പട്ടാളത്തിനും പോലീസിനും അവിടുത്തെ സംവിധാനത്തിനും ഒന്നും കയറാൻ പറ്റത്തില്ല. അപ്പൊ അതേ രീതിയിൽ അവരുടെ കയ്യിലാണ് ബലൂചിസ്ഥാൻ ഏതാണ്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ പ്രദേശം അവരുടെ കയ്യിലേക്കാണ്. ഇന്ന് രാവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് പട്ടാളത്തെ ആക്രമിച്ചിട്ട് വളരെ കൂടുതൽ പട്ടാളം ബലൂചിസ്ഥാൻ ആർമി അല്ലെങ്കിൽ വിമോചന മുന്നണി ആക്രമിച്ച് മരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് പ്രദേശവും അതേപോലെ തന്നെ ഈ ഖൈബർ പത്തുങ്ക എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് ഈ പാകിസ്ഥാനിൽ, ഈ അഫ്ഗാൻ ബോർഡറിൽ. ആ ബോർഡറിൽ ഈ അഫ്ഗാൻ കടന്നുകയറ്റം ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഈ സമയത്ത് തന്നെ അഫ്ഗാൻ കടന്നു കയറി അടിച്ച് അവിടെ പോസ്റ്റ് എടുത്ത് കളഞ്ഞ് ഇവന്മാർ ഓടിയത് പട്ടാളക്കാരൻ. അത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത 2 മാസം. ഇപ്പൊ വീണ്ടും ആക്രമണം നടക്കും. ആ മേഖലയും അവരുടെ കയ്യിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ കയ്യിലാണ്. അതിനകത്ത് ഈ പാകിസ്ഥാനകത്ത് തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് യുദ്ധം ചെയ്യിക്കുകയാണ്. പാകിസ്ഥാൻ അകത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യിക്കുകയാണ്. ബലൂചിസ്ഥാൻ അകത്ത് നിന്നുകൊണ്ട് ബലൂചിസ്ഥാൻ ഏതാണ്ട് മോചനത്തിൽ. അപ്പൊ പാകിസ്ഥാന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബലൂചിസ്ഥാൻ വിമോചന മുന്നണിയുടെ ഫോഴ്സിന്റെ ശക്തി, അതുപോലെ ഈ അഫ്ഗാൻ പട്ടാളമൊക്കെ ഇതുവരെയില്ലാത്ത, നേരത്തെ ഗറില്ല യുദ്ധമുറയൊക്കെ ഉണ്ട്, ഇല്ലാത്ത രീതിയിൽ വളരെ ശക്തി കാണിക്കുന്നു. അപ്പൊ അവിടെ ഇവർ പറയുന്നത് ഇതിനകത്ത് ഇന്ത്യയുടെ ഇടപെടലുണ്ട്, ഇന്ത്യയുടെ ട്രെയിനിങ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഏതായാലും പാകിസ്ഥാൻ 3ആയിട്ട് പിളരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യം. ഏതാണ്ട് പിളർന്നു. കഴിഞ്ഞ ആഴ്ച അവരുടെ MP പറഞ്ഞാണ്, നമ്മൾ നേരത്തെ നമ്മുടെ ഇന്ന് ബംഗ്ലാദേശ് പോയി, ഇനി നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഇനിയും വീണ്ടും പിളരാൻ പോവുകയാണ്. പാർലമെന്റിൽ പറഞ്ഞ പാകിസ്ഥാൻ പാർലമെന്റിൽ പറഞ്ഞ അവിടുത്തെ ഒരു MP, കാരണം ഈ ഖൈബർ പത്തുങ്ക മേഖലയും ബലൂചിസ്ഥാനും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നമാണ്. ഇതേ രീതിയിൽ തന്നെ ബംഗ്ലാദേശ് ഒരുപക്ഷെ 2ആയിട്ട് പറഞ്ഞതാണ്. അരക്കൻ, നമ്മുടെ നേരത്തെ പറഞ്ഞ അരക്കൻ ആർമി ഞങ്ങൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇന്ത്യ പറഞ്ഞ് ഞങ്ങൾക്ക് രാജ്യം ഉണ്ടാക്കി തരണം. അതായത് ഈ ബംഗ്ലാദേശിന്റെ വളരെ കൂടുതൽ പ്രദേശവും ഈ പറയുന്ന മ്യാൻമർ ബോർഡർ ഉണ്ടല്ലോ, നമ്മളെ റൈഖൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, അതിനകത്ത് നമ്മുടെ ഒരു പോർട്ടും ഒക്കെ ഉണ്ട്. ആ പോർട്ട് പറഞ്ഞ് എങ്ങനെ വേണമെങ്കിലും പോർട്ട് നടത്തിക്കോ, ഇന്ത്യക്ക് ഇവിടെ പോർട്ട് നടത്താൻ ഞങ്ങൾ തന്നെ തടസ്സമൊന്നും ഉണ്ടാക്കത്തില്ല. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശ് നമുക്ക് പോർട്ടുണ്ട്, അറിയാം, നമ്മുടെ ഈ ആ ദ്വീപിന്റെ അടുത്ത്. അവിടെ ഞങ്ങള് ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ആർക്കും വിഷയമല്ല. ഈ പറയുന്ന ഈ ബാക്ക്ഡോർ ചർച്ച എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളുമായിട്ട് നേരിട്ടുള്ള ചർച്ചയുണ്ട്. പിന്നെ ഇതുപോലുള്ള ഗ്രൂപ്പുകളായിട്ട് ഇവരുമായിട്ടുള്ള നമ്മൾ ബാക്ക്ഡോർ ചർച്ച നടത്തുകയും അഫ്ഗാനിസ്ഥാനായിട്ട് അറിയാമല്ലോ ഇപ്പം പരസ്യമായിട്ട് ചർച്ച നടത്തും. അതാണ് അഫ്ഗാനിസ്ഥാൻ വന്നപ്പോ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഭയങ്കര താല്പര്യമാണ് ഇന്ത്യ അടിക്കാൻ വേറെ ആളിനെ കിട്ടുന്നത്. അപ്പം ഇവനെ അടിക്കാൻ ഇപ്പൊ നമ്മൾ അവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇത് വളരെ ഇന്നലെ താലിബാന്റെ പുതിയ എംബസി സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ താലിബാന്റെ കൊടി പക്ഷെ ഇന്ത്യയിൽ ഉപയോഗിക്കരുത് എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുതിയ വാർത്തകൾ വന്നത്. അപ്പൊ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ ആയിരുന്നല്ലോ. ഇന്നലെ വളരെ നമ്മൾ ഈ ബംഗ്ലാദേശിന്റെ വിഷയം ഇപ്പൊ ചർച്ച ചെയ്യാതെ നമ്മുടെ പ്രേക്ഷകർക്ക് പോലും താല്പര്യമില്ല, കാരണം ഇവരെങ്ങനെയാണ് തീർന്നിട്ട് ദിവസം എന്നുള്ള ഇപ്പം അതിന് നിർത്തിയിരുന്നത്. പക്ഷെ ഇന്നലെ വീണ്ടും കേട്ടല്ലോ, അവിടെ ഒരു എയർപോർട്ട് ആക്രമിച്ചിട്ട് വളരെ കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ
ഈ പറയുന്ന മ്യാൻമറിന്റെയും ബോർഡർ, ഈ ചിക്കൻ നെക്ക് ആ ബോർഡറുള്ള ഒരു എയർപോർട്ടാണ്. അപ്പൊ ബംഗ്ലാദേശ് പത്രങ്ങൾ ആദ്യമേ പറയുന്നത് നാണക്കേടാണ്, ഞങ്ങളുടെ ഗ്രാമവാസികൾ ആക്രമിച്ചാണ്. ഇപ്പൊ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഭീകരാക്രമണം തന്നെയായിരുന്നു. ഒരുപക്ഷെ ഈ പറയുന്ന അരക്കൻ ആർമിയുടെ കെയർ ഓഫിലാണെന്ന് പറയുന്നത് വ്യക്തതയില്ല. പക്ഷെ അരക്കൻ ആർമിയുടെ കെയർ ഓഫിലാവാനുള്ള സാധ്യത, കാരണം ഇത് ചുട്ടുകളഞ്ഞു പറയുന്നത്. അവരെ ഈ നമ്മുടെ ബേസ് ആയിരുന്നു, എയർഫോഴ്സ് ബേസ് ആയിരുന്നു, അത് ആക്രമിക്കുകയും ചെയ്തു. വളരെ കൂടുതൽ മരണസംഖ്യ ഉണ്ടായിരുന്നു. നമുക്കറിയാൻ സാധിക്കുന്നത് അവിടെ മൊത്തം കത്തിച്ച് ദൂരെ കളഞ്ഞെന്നുള്ളതാണ്. അതായത് ഈ രണ്ട് രാജ്യം, അതായത് നമ്മൾ ഈ സന്തോഷിക്കുമ്പോൾ വേറെ പ്രശ്നമുണ്ട്. ഈ അയൽവക്കകാരൻ വൃത്തിയല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അയൽവക്കകാരൻ വൃത്തിയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും ഒരു ഈ നാഴി അരിയോ 10 രൂപയൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ വൃത്തിയല്ലെങ്കിൽ ഇവന്മാര് ശല്യമാണ്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതിന്റെ കൂടെ തന്നെ അതിർത്തി നോക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരും. ഏതായാലും ഇപ്പൊ നേരത്തെ ഈ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ ഇസ്രായേൽ ഒരു കാര്യം പറഞ്ഞു. ഇസ്രായേലിലെ വിദേശകാര്യമന്ത്രി ഒരു 2-3 മാസം മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യയുടെ സോഫ്റ്റ് പവർ അപാരമാണ്. ഇപ്പൊ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അത് POK പിടിക്കണ്ടായോ എന്ന് നമ്മൾ അമിത്ഷാ ചോദിച്ചാൽ പറയും അതൊക്കെ ഇനി വന്നോളൂ. അത് നമ്മൾ ബംഗ്ലാദേശായിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമുക്ക് അടിക്കാൻ പറ്റില്ല, എന്താ അടിച്ചൊതുക്കാൻ? അത് വേണ്ട, നമുക്കൊരു സമാധാനം. ഈ കാര്യം പറഞ്ഞ് നമ്മൾ ആരോടും വഴക്കിനില്ല, ഗാന്ധിജിയുടെ ഒരു തത്വം, ബുദ്ധന്റെ രാജ്യമാണെന്നൊക്കെ പറയുകയും ചെയ്യും. യുവന്മാരെ കൊണ്ട് തന്നെ അതിനകത്ത് തല്ലുണ്ടാക്കിച്ചിട്ട്, അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിച്ചിട്ട് നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനവും റോയും അല്ലെങ്കിൽ ഒക്കെ ഇതിനകത്ത് ഇടപെട്ട് അവന്മാരെ തല്ലി അതൊരു പരുവായി ആ രാജ്യത്തെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ഒരു നയതന്ത്രമാണ്. നമ്മുടെ അറിയാമല്ലോ, നേരത്തെ ഈ പറയുന്ന പോലെ പല രാജ്യങ്ങളും നമ്മുടെ അതിർത്തി രാജ്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയ രാജ്യങ്ങളെല്ലാം ഇവിടെ വന്ന് കാലെ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇപ്പൊ ഈ രാജ്യങ്ങള് പിളർത്തി ഇല്ലായ്മ ചെയ്യും. ബംഗ്ലാദേശിനെ 2 ആവും. പാകിസ്ഥാൻ തന്നെ പറയുന്നു ഞങ്ങൾ 3 ആവാൻ പോകുന്നു, പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനെല്ലാം പാകിസ്ഥാൻ വഴി പറയുന്നത് നമ്മുടെ റോയാണെന്നാണ്. ഏതായാലും ഈ പ്രശ്നങ്ങൾ വളരെ വലിയ വലിപ്പത്തിലാണ്. നമുക്ക് ശത്രുവായിട്ട് നിന്നിട്ടുള്ളവൻ തന്നെത്താൻ അടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഇസ്രായേലിനെ പറഞ്ഞ സോഫ്റ്റ്വെയർ ഭയങ്കരമാണ്. ഞങ്ങള് ഇപ്പം ഇസ്രായേൽ പറഞ്ഞ് ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ഭയങ്കരമാണ്, ഇന്ത്യയോട് എതിർക്കുന്നവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയോട് ചെന്ന് കാൽക്കൽ വീഴുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യയുടെ നയതന്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളുമായിട്ടും വളരെ കൂടുതൽ. ഇപ്പൊ തന്നെ പാർത്തൻ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലെയും വിഷയങ്ങൾക്ക് അതൊരു രാജ്യം ഇടപെടുന്നില്ലല്ലോ. എന്ത് വിഷയം ഉണ്ടായാലും ഐക്യരാഷ്ട്രസഭയും അല്ലെങ്കിൽ ഈ വിദേശ യൂറോപ്യൻ രാജ്യങ്ങളും പാകിസ്ഥാന്റെ വിഷയം നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ട്? അവന്റെ കാര്യം അവന്റെ. അതുപോലെ ബംഗ്ലാദേശിലെ വിഷയം ഏതെങ്കിലും രാജ്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ? ഇന്ത്യക്കെതിരെ ഒരു വിഷയം അല്ലെ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളുടെ വിഷയം ഉയർത്തിപ്പിടിക്കാൻ പോലും ഇന്ന് ലോകത്ത് ആളില്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പം നമ്മളിത് സോഫ്റ്റ്വെയർ ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്യുന്നു, ആരും അറിയാതെ പഴി കേൾക്കാതെ കൈകാര്യം ചെയ്യും. ഇസ്രായേലി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ അടുത്ത് വഴക്കിന് ചെന്ന് അവൻ അന്നേരം പോകുമ്പോൾ ഇത് വെക്കും. അപ്പൊ അവര് പോലും, അതായത് ഇസ്രായേലിന്റെ മൊസാദ് വരെ അംഗീകരിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ. നരേന്ദ്രമോദിയെ മനസ്സിലാവുന്നത് നമുക്കും മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് ഈ പറയുന്ന പോലെ പണ്ടത്തെ കൂട്ട് അടി കിട്ടുന്ന ഒരവസ്ഥയല്ല, നമ്മൾ അടി കൊടുക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾക്ക് അതിന് അഭിമാനമുണ്ട്. നമ്മൾക്കെതിരെ നിൽക്കുന്നവൻ തകർന്ന് തരിപ്പണമായി പോകുന്നു, അകത്ത് കിടന്ന് അടിക്കുന്നു, പുഴുത്ത് തീരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കും. ശരി, എന്തായാലും ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി തീരുന്നു, അല്ലെങ്കിൽ അവരെ തമ്മിൽ തല്ലി തീർക്കുന്നു എന്ന രീതിയിലേക്ക് തന്നെയാണ് പല അഭ്യൂഹങ്ങളും പുറത്തു വരുന്നത്. എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.